മണിച്ചിത്രത്താഴ് എന്ന ഒരു സിനിമ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നേ. അഭിനയത്തിന്, പാട്ടിന്, ലിറിക്സിന്, എഡിറ്റിങ്ങിന്, പിന്നെ സ്ക്രീൻ പ്ലേ, പിന്നെ ചെറിയ ചെറിയ രോമാഞ്ചന ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഷോർട്സ്. ലളിത ചേച്ചിയും ഞാനുമായിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. ആമി ഫിലിം വരെ ഉള്ള എല്ലാ പടത്തിലും പിഴക്കോഴി കൂകുന്ന നൂറ്റാണ്ട് അതിലും അഭിനയിച്ചിരുന്നു. പിന്നെ തിലകൻ സാരും ഞാനുമായിട്ട് പെരുന്തച്ചൻ, പിന്നെ മണിച്ചിത്രത്താഴ്, പിന്നെ മൂക്കില്ല രാജ്യത്ത്, ഇതിലൊക്കെ അഭിനയിച്ചിരുന്നു. നല്ല ഓർമ്മകളാണ് എല്ലാം. പിന്നെ നെടുമുടി സാറും ഇവരൊക്കെ, നെടുമുടി സാരും പിന്നെ തിലകൻ സാരും മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ്. അവരോട് നന്ദിയുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ. അവർ ഇത്ര പ്രാവശ്യം കണ്ടിട്ടും ഇന്നും ഈ പടം കാണുമ്പോൾ എനിക്ക് അവസാനത്തെ ഇതിൽ വെട്ടി ഇത് ചെയ്യില്ലേ, അതിൽ ഭയങ്കരമായിട്ടൊരു ഗൂസ് ബംസാണ് വന്നു പോയത്. ഞാൻ മണിച്ചിത്രത്താഴ് എപ്പോഴും കാണുന്നത് ഒരു ഓഡിയൻസ് എന്ന നിലയിലാണ്. അങ്ങനെ കണ്ടാലേ നമുക്കത് നന്നായി ആസ്വദിക്കാൻ പറ്റുന്നു. പിന്നെ ഈ ലെജൻഡറി ആർട്ടിസ്റ്റിൻ്റെ ഒപ്പമൊക്കെ അഭിനയിച്ചതിൻ്റെ ആ സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ ജീവിതകാലം മുഴുവൻ ക്യാരി ചെയ്യുന്നു. ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ സാധനങ്ങൾ, പഠിക്കാൻ പറ്റുന്ന പുതിയ സാധനങ്ങൾ, പ്രത്യേകിച്ച് തിലകൻ സാറ്, നെടുമുടി സാറ്, പിന്നെ മോഹൻലാൽജി, ഇവരുടെയൊക്കെ ഈ വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ, അതിൽ തന്നെ വലിയ അഭിനയമാണ് ഉള്ളത്. ഞാൻ ഒരുപാട് പഠിച്ചിരിക്കുന്നു. മണിച്ചിത്രത്താഴ് എന്ന ഒരു സിനിമ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നേ. അഭിനയത്തിന്, പാട്ടിന്, ലിറിക്സിന്, എഡിറ്റിങ്ങിന്, പിന്നെ സ്ക്രീൻ പ്ലേ, പിന്നെ ചെറിയ ചെറിയ രോമാഞ്ചന ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഷോർട്സ് യോജിച്ചത്, പിന്നെ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിരിക്കുന്ന രീതി. പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്താണ് ഈ പടം ഇത്രയും നന്നായി എടുത്തിരിക്കുന്നത്. ഭയങ്കര വ്യത്യസ്തമായ ഒരു സ്ക്രീൻ പ്ലേ. മധുമട്ടം സാറിന് എത്ര ഒരു എന്താ പറയുക, അപ്രിസിയേഷൻ കൊടുത്താലും പോരാ, എന്ത് അവാർഡ്സ് കൊടുത്താലും പോരാ. പിന്നെ സൈക്യാട്രിയിലുള്ള ഒരു വലിയൊരു വ്യത്യസ്തമായ കഥയാണ് ഇതിലുള്ളത്, ചികിത്സയാണ് ഇതിലുള്ളത്. അതൊക്കെ നമുക്ക് ഓർക്കാനേ പറ്റുന്നില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഇത്ര പ്രാവശ്യം കണ്ടിട്ടും ഇന്നും ഈ പടം കാണുമ്പോൾ എനിക്ക് അവസാനത്തെ ഇതിൽ വെട്ടി ഇത് ചെയ്യില്ലേ, അതിൽ ഭയങ്കരമായിട്ടൊരു ഗൂസ് ബംസാണ് വന്നു പോയത്. എനിക്കറിയാം, ഇതൊക്കെ എനിക്കറിയാം. എന്നിട്ടും ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കൊരു ഞെട്ടലാണ് ഉണ്ടായത്. ഇന്നും ഒരു പുതിയതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പുതിയ ടെക്നിക്കിൽ വെച്ച് അന്നത്തെ ആ കാലത്ത് ടെക്നിക്കൽ എക്സലൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ടെക്നിക്കൽ എക്സലൻസിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സീൻസ് എല്ലാം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഫാസിൽ സാറാണ്. പല പ്രാവശ്യം ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, സാർ ഈ മുറിച്ച് അവിടെ ഇവിടെ എടുക്കുന്ന ഷോർട്സ് എവിടെയാ വെക്കാൻ പോവുക എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ഇത് മാത്രമേ ഇമ്പാക്റ്റ് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഡിസിഷനാണ് അത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരത് നേരത്തെ മുൻകൂട്ടി നോക്കിയിരുന്നു കേട്ടോ, ഇന്ന ഇമ്പാക്റ്റ് നന്നായിരിക്കുമെന്ന്. സോ ഹീ ഈസ് എ വിഷണറി, ഡെഫിനറ്റ്ലി ഹീ ഈസ് എ വിഷണറി ഓഫ് കോഴ്സ്. പല പ്രാവശ്യം അവരത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ വിഷണറിയിൽ നിന്ന് ഇനി കുറേ പടങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നു. ഓക്കെ. ഈ സിനിമ കഴിയുമ്പോഴും ഒരു റെഡ് സാരി ആയിരുന്നു സണ്ണിയോട് യാത്ര പറയുമ്പോൾ. അതെ, ഒരു റെഡ് സാരിയിലാണ് ഞാൻ ഇത് മനഃപൂർവ്വമാണ് ഉടുത്തത്. ഇന്ന് റെഡ് സാരിയിൽ ഒരു ഗ്രീൻ ബോർഡർ ഉണ്ടായിരുന്നു, അത് നോട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ വേണമെന്ന് തിരക്കി നോക്കിയിട്ട് എൻ്റെ വാർഡ്രോബിൽ നിന്ന് ഇതാണ് കൊണ്ടുവന്നത് ഞാൻ ഇന്ന്. ഇത് തന്നെ വേണം, റെഡ് തന്നെ വേണം. പലവരും എന്നോട് പറഞ്ഞിരുന്നു അവസാനത്തെ ഷോട്ട് റെഡ് സാരി ഉടുത്ത് ഓടി വരുന്നത് ഭയങ്കര രസമായിരുന്നു എന്ന്. അപ്പോൾ ആ രസം ഒന്നുകൂടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് സാരിയും ഗ്രീൻ ഇതും ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടെ അഭിനയിച്ച കുറേ പേര് മറിഞ്ഞുപോയി, നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ 30 വർഷത്തിന് ശേഷം ഇത് പിന്നെയും കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയൊക്കെ ആയിരിക്കും? അയ്യോ, എല്ലാവരും. ലളിത ചേച്ചിയും ഞാനുമായിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. ആമി ഫിലിം വരെ ഉള്ള എല്ലാ പടത്തിലും പിഴക്കോഴി കൂകുന്ന നൂറ്റാണ്ട് അതിലും അഭിനയിച്ചിരുന്നു. പിന്നെ തിലകൻ സാരും ഞാനുമായിട്ട് പെരുന്തച്ചൻ,
പിന്നെ മണിച്ചിത്രത്താഴ്, പിന്നെ മൂക്കില്ല രാജ്യത്ത്, ഇതിലൊക്കെ അഭിനയിച്ചിരുന്നു. നല്ല ഓർമ്മകളാണ് എല്ലാം. പിന്നെ നെടുമുടി സാറും, ഇവരൊക്കെ നെടുമുടി സാറും പിന്നെ തിലകൻ സാറും മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ്. അവരോട് നന്ദിയുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ അവർ. പിന്നെ ഇന്നസെൻറ്റ് സാർ എന്തൊരു തമാശ കളിയിലൂടെ ആണ് അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് തരുന്നത്. അതുപോലത്തെ ഒരു ആളായിരുന്നു അവർ. അവരെയും ശരിക്കും മിസ് ചെയ്യുന്നു. എന്തായാലും ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അവരുടെ ഇത്രയും പടങ്ങൾ, കുറേ ടി വിയിലൊക്കെ വെച്ച് കാണുന്നുണ്ട്. ഇപ്പോഴും അവർ നമ്മുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നല്ല. ഇപ്പോൾ ദേവദൂതനും സ്ഫടികവും ഇപ്പോൾ മണിച്ചിത്രത്താഴും റീ റിലീസിന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുണ്ടാവും, ഏതൊക്കെയായിരിക്കും? അത് എന്ത് റീ റിലീസ് എത്ര പ്രാവശ്യം വന്നാലും ഞാൻ എല്ലാ പടങ്ങളെയും കാണാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ ഒത്തിരി പ്രാവശ്യം കണ്ടിരിക്കുന്നു, ഇനിയും കാണാൻ പോകുന്നു. പിന്നെ പുതിയ പടങ്ങൾ വരുമ്പം പുതിയ ടെക്നോളജിയിൽ അത് കാണാൻ ഒരു നല്ല രസവുമാണ്, കാണാൻ ആഗ്രഹമുണ്ട്. സിനിമകളുണ്ടാവുമല്ലോ, ഏതെങ്കിലും? എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ദേവദൂതൻ, സ്ഫടികം, കിരീടം, പിന്നെ ആകാശദൂത്. ഈ ആകാശദൂത്തിനെ കുറിച്ച് പ്രത്യേകം പറയുന്നത് സിബി മലയിൽ സാറായിരുന്നു ഡയറക്റ്റ് ചെയ്തത്. കന്നഡ വേർഷൻ കരുളിന കൂഗു എന്നായിരുന്നു അതിൻ്റെ പേര്. കരളിൻ്റെ ഒരു കുവു എന്നുള്ള ഒരു അർത്ഥമാണ്. അതിൽ ഞാനാണ് നായികയായിട്ട് അഭിനയിച്ചത്. അതും ഒരു വലിയ സക്സസ്ഫുൾ സിനിമയായിരുന്നു. സിൽവർ ജൂബിലി ഫിലിമായിരുന്നു, സൂപ്പർ ഹിറ്റ് ഫിലിം. ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട്. പിന്നെ ഈ ടൈം പീരിയഡിൽ തന്നെയാണ് മണിച്ചിത്രത്താഴ്, പിന്നെ കരുളിന കൂഗു, ആകാശദൂതിൻ്റെ റീമേക്ക്. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇറങ്ങിയത്. പിന്നെ അതും സക്സസ്ഫുള്ളായിരുന്നു. കന്നഡയിലും ഈ പടവും സക്സസ്ഫുള്ളായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു 1993 ആണ് എൻ്റെ കരിയറിൽ ഒരു ലാൻഡ്മാർക്ക് ഇയറാണ് അത്. അങ്ങനെ കുറേ ഉണ്ട് പടങ്ങൾ, ഒന്ന് രണ്ടൊന്നും അല്ലേ, കുറേ ഉണ്ട്. പ്രത്യേകിച്ച് മലയാളം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കന്നഡ എൻ്റെ മാതൃഭാഷ, എൻ്റെ രണ്ടാം മാതൃഭാഷ ഉണ്ടെങ്കിൽ അത് മലയാളമാണ്. ഐ ബിലോങ് ടു മലയാളം ആൻഡ് മലയാളം ബിലോങ്സ് ടു മീ.